എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ് കുമാർ. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മളുടെ ചർമ്മം എത്ര പ്രായമായിരുന്നാലും നല്ല തിളക്കവും സുന്ദരവുമായിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ചർമ്മം വളരെ തിളക്കവും നല്ല സുന്ദരവുമായിട്ടും ഇരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മൾക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നിശ്ചിതമായ കാലം കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് കൂടുതൽ ശ്രദ്ധ നമ്മൾ നൽകണം. 30-35 വയസ്സ് ആകുന്നതോടുകൂടി നമ്മുടെ മുഖത്ത് കറുത്ത പാടുകൾ, വരൾച്ച, ചുളിവുകൾ, നേർത്ത വരകൾ എന്നിവയെല്ലാം കാണുന്നതാണ്. ഇതെല്ലാം ഒരു പരിധിവരെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതെല്ലാം ശരിയാക്കി കൊണ്ടുവരുവാനായിട്ട് നമ്മൾക്ക് സ്ഥിരമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. സ്ത്രീകളും ചെറുപ്പക്കാരും ഒരുപാട് പൈസ ഇതിലേക്കായി ചെലവഴിക്കുന്നുണ്ട്. അത്ഭുതകരമായ ആയുർവേദ വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇവ നമ്മുടെ ശരീരത്തിന്റെ ആന്റി ഏജിങ് ഗുണങ്ങൾ നൽകുന്നതാണ്. ശരീരവും ചർമ്മവും ചെറുപ്പമായി കാണുവാൻ സഹായിക്കുന്നതുമായിരിക്കും. വാതപിത്ത കഫദോഷങ്ങളെ കൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്. വാദങ്ങളെ കൊണ്ട് വായുമൂലകവും, പിത്തത്തിനെ കൊണ്ട് അഗ്നിമൂലകവും, കഫത്തിനെ കൊണ്ട് ജലമൂലകവും സംഭവിക്കുന്നു. ഈ ത്രിഗുണങ്ങളുടെ അസന്തുലിതാവസ്ഥയിൽ ചർമ്മത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. വാതചർമ്മത്തിന് ബലാസുഗന്ധാദി തൈലം ചൂടാക്കിക്കൊണ്ട് ശരീരം മുഴുവൻ മാസേജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കഫചർമ്മത്തിന് സഹജരാജ തൈലം ചൂടാക്കി ശരീരം മുഴുവൻ മാസേജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിത്തചർമ്മത്തിന് മഞ്ചിഷ്ടായി തൈലം ചൂടാക്കി ശരീരം മുഴുവൻ മാസേജ് ചെയ്യുക. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തെ ജലാംശത്തോടൊപ്പം ഉന്മേഷത്തോടെ ഇരിക്കുവാനും ഒരുപാട് സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നവർക്ക് പാടുകൾ, ചുളിവുകൾ, ചർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള അസുഖങ്ങൾ എന്നിവ വളരെ കുറയ്ക്കുന്നതാണ്. ചർമ്മ സംരക്ഷണത്തിനായി ഞാൻ പറയുന്ന 4 സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. മഞ്ഞൾ, ചന്ദനം, നെല്ലിക്ക, തൈര് ഇവയുടെ ഉപയോഗം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മഞ്ഞൾ നമ്മൾ ദിവസവും ഒരു 2 ഗ്രാം വീതം പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് അല്ലെങ്കിൽ കട്ടൻ ചായയിലോ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ശരീരത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ചർമ്മത്തെ തൽക്ഷണം ചെറുപ്പമായി മാറ്റാനും ഇത് സഹായിക്കുന്നുണ്ട്. മഞ്ഞളിൽ കാണുന്ന കുർക്കുമിൻ ആന്റി ഏജിങ് ഗുണങ്ങളുണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകളുടെ ചെറുക്കുകയും ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചർമ്മ സംരക്ഷണത്തിന് നിർണായകമായ സ്ഥാനം ചന്ദനത്തിനുണ്ട്. ചന്ദനം വിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആഴ്ചയിൽ 1 പ്രാവശ്യം കുളിക്കുന്നത് വളരെ നന്നായിരിക്കും. ചന്ദനം റോസ് വാട്ടർ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് മുഖത്തിന് നല്ല കാന്തിയും ശോഭയും ഉണ്ടാക്കും. ഇനി നെല്ലിക്കയാണ്. നെല്ലിക്ക ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുന്നത് വളരെ നന്നായിരിക്കും. ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക. ഇതിൽ വൈറ്റമിൻ സിയും സുപ്രധാനമായ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് അകാല വാർദ്ധക്യവും മങ്ങിയ ചർമ്മവും ചുളിവുകൾ എന്നിവയ്ക്ക് കാരണമായ ഫ്രീ റാഡിക്കൽസിന്റെ പ്രവർത്തനത്തെ തടയാൻ വളരെ സഹായിക്കുന്നതാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തൈരിനെ കുറിച്ചാണ്. തൈര് നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും മുഖത്ത് പുരട്ടിയാലും വളരെ അത്ഭുതങ്ങൾ കാണിക്കുന്നതാണ്. ഇതിന് മോയ്സ്ചറൈസിംഗ് ഗുണങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഇതിലെ സമ്പന്നമായ ലാക്റ്റിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്ററായി പ്രവർത്തിക്കുകയും മൃതകോശങ്ങളെ നീക്കുകയും ചെയ്യുന്നു. ചെറുപ്പമായിരിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? Bhadramira, the wisdom of Ayurveda. Traditional experience since 1937.